കഴിഞ്ഞ കുറെ നാളുകളായി സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാണ് അൻസിബയുടെ കാര്യം. അമ്മ സംഘടനയിൽ നടക്കുന്ന ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴി ഇത്ര വലിയ രൂപത്തിൽ കത്തിക്കേറുമ്പോൾ അൻസിബ പറയുന്ന ഓരോ വാക്കുകളും മലയാളികൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ്. പ്രമുഖ നടന്മാരിൽ നിന്നും അൻസിബയ്ക്ക് വലിയ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്നുമാണ് അൻസിബ ഇതിലൂടെ വ്യക്തമാക്കിയത്. എഫ്ഐആർ പരാതി നൽകാൻ വേണ്ടി അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർ പരാതി എടുക്കുന്നില്ല എന്ന അഭിപ്രായം രമേശ് ചെന്നിത്തലയെ വിളിച്ച് പറയുന്ന സമയത്ത് ചെന്നിത്തല കമ്മീഷണറെ വിളിക്കുമ്പോൾ അവർ പരാതി എടുത്തിട്ടുണ്ട് എന്ന മറുപടിയുമാണ് കൊടുക്കുന്നത്. എന്നാൽ അത് തികച്ചും വ്യാജമാണ് എന്ന പരാമർശവുമാണ് അൻസിബ് പറയുന്നത്. ഇതിനിടയിൽ കുടുങ്ങിയിരിക്കുകയാണ് അൻസിബയും മറ്റുള്ളവരും. ഇത്തരത്തിൽ എന്താണ് വിഷയം നടക്കുന്നത് എന്ന് ഇനിയും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അൻസിബയെ പോലെ ഒരു പ്രശ്നം നേരിടുന്ന ഒരാൾക്ക് നമ്മുടെ സമൂഹത്തിലെ നിയമം കൂടെ നിൽക്കുകയാണ് ചെയ്യേണ്ടത് എന്നും, എന്നാൽ അവരെ എതിർക്കുന്ന തരത്തിൽ ഇവിടെ വാദിയെ പ്രതിയാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുമാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. മറുവിഭാഗം ആളുകൾ അൻസിബയെ കുറ്റപ്പെടുത്തിയും രംഗത്ത് വരുന്നുണ്ട്. ഇതിൽ സിനിമയിൽ അഭിനയിക്കുന്ന പ്രമുഖ നടന്മാരിൽ നിന്നും അൻസിബയ്ക്ക് വലിയ മോശം അഭിപ്രായങ്ങളും വലിയ മോശം കാര്യങ്ങളും നേരിട്ടു എന്നുമാണ് ഇതിൽ പറയുന്നത്. ടിനി ടോം പോലുള്ള താരത്തെ പറ്റിയാണ് അൻസിബ കൂടുതലും ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ വാക്കുകളും പ്രവർത്തികളും തന്നെ മാനസികമായ വലിയ രൂപത്തിൽ വേദനിപ്പിച്ചു എന്നുമാണ് അൻസിബയുടെ അഭിപ്രായം. എന്നാൽ ഇതിൽ കേസെടുക്കാനോ ഇതിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഇതുവരെ പോലീസിൽ നിന്ന് ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇതിൽ എത്രമാത്രം സത്യമാണ് എന്ന് ഇതുവരെ തെളിയിക്കാനും സാധിച്ചിട്ടില്ല. അൻസിബയുടെ അവസ്ഥ മറ്റൊരാൾക്കും വരരുത് എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുകയാണ്. സിനിമാ മേഖലയിൽ പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. പുറം ജനം അറിയാതെ ഇതെല്ലാം തന്നെ ഉള്ളിൽ തന്നെ വെച്ച് അവർ എങ്ങനെയെങ്കിലും അടച്ചു തീർക്കാൻ നോക്കുകയാണ്. എന്നാൽ ഇതൊന്നും തന്നെ നടക്കുന്നില്ല. എല്ലാം പൊതുജനത്തിന് മുന്നിൽ ഇത്ര വലിയ രൂപത്തിൽ ഒരു വഷളായി കാര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അമ്മ സംഘടനയിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും എത്രയും പെട്ടെന്ന് അതിനുള്ളിൽ തന്നെ തീർക്കാൻ കഴിയുക എന്നത് തന്നെയാണ് ഇതിൽ ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ കാര്യം. അല്ലാതെ ഇത് വലിച്ചു നീട്ടി വീണ്ടും വീണ്ടും കൊണ്ടുപോകുന്ന എത്രത്തോളം മലയാളികൾക്കും മലയാള സിനിമാ മേഖലകൾക്കും അത്രയും മോശമായ ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ സംഘടനയിലെ വലിയ രൂപത്തിലുള്ള രാജിവെക്കൽ കൂട്ടവും എല്ലാം തന്നെ എല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്രയും വേഗം തീർക്കുക എന്ന് തന്നെയാണ് ഇനി ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അമ്മയുടെ പുതിയ നേതൃത്വം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് കാതോട് കേട്ടിരിക്കുകയാണ് പ്രേക്ഷകരും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.